നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ആശ്ലേഷ അഥവാ ആയില്യ നക്ഷത്രങ്ങളുടെ ഗുണദോഷവും കർമ്മബന്ധവും അതിനെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ നോക്കണം എന്നുള്ളതിനെക്കുറിച്ചാണ്. ആയില്യ നക്ഷത്രം ലഗ്നമായിട്ട് കർക്കിടക ലഗ്നത്തിൽ ആയില്യ നക്ഷത്രത്തിൽ ലഗ്നസ്ഫുടം വീഴുക, ചന്ദ്രൻ ആയില്യ നക്ഷത്രത്തിൽ നിൽക്കുക, അതേപോലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ആറാം ഭാവമോ ആറാം ഭാവാധിപൻ. ഇപ്പോൾ കുംഭൻ രാശി ലഗ്നമാകുമ്പോഴാണ് ആറാം ഭാവം കർക്കിടകം വരുന്നത്. അപ്പം കുംഭൻ രാശി ലഗ്നമാകുമ്പോൾ ആറാം ഭാവം കർക്കിടകത്തിൽ ചന്ദ്രൻ ആയില്യ നക്ഷത്രത്തിൽ ആറാം ഭാവത്തിൻ്റെ സ്ഫുട നക്ഷത്രമായി വരിക, അല്ലെങ്കിൽ ആറാം ഭാവാധിപനോ ശനിയോ കുജനോ ആയില്യ നക്ഷത്രത്തിലോ നിന്നാൽ, ഈ ശനി ആയാലും കുജനായാലും ആറാം ഭാവത്തിൻ്റെ കാരകനും കൂടി 6th ഹൗസ് ഡെപ്റ്റാണ്. അതുപോലെ തന്നെ ഒരു നക്ഷത്രത്തിൽ ലഗ്നം സർവ്വ വിഷയവും ചിന്തിക്കാം. ലഗ്നം കൊണ്ട് തൽസർവം എന്നാണ് പറയുന്നത്, എല്ലാം ചിന്തിക്കാം. അതുകൊണ്ട് തന്നെ ഒരാളുടെ സർവ്വ വിഷയങ്ങളും പൂർവ്വപുണ്യവും ദേഹസ്യ സൗഷ്ടവും സ്വസ്ഥതയും സ്ഥിതിയും ശ്രേയസ്സും യശസ്സും ഇതെല്ലാം പൂർവ്വപുണ്യം കൊണ്ടുകൂടെ സംഭവിക്കേണ്ട. അപ്പം ഇതെല്ലാം ലഗ്നം കൊണ്ട് ചിന്തിക്കുമ്പോൾ ആശ്ലേഷ നക്ഷത്രത്തിൽ ലഗ്നമോ ചന്ദ്രനോ വന്നാലും നമുക്കിത് നോക്കാം എന്നുള്ളതാണ്. ജ്യോതിഷ നക്ഷത്ര രാശിയിലെ 9ാമത്തെ നക്ഷത്രമാണ് ആശ്ലേഷ എന്ന് പറയുന്നത്. ബുധൻ അധിപനായിട്ടുള്ള ഈ നക്ഷത്രം സ്ഥാനം എന്ന് പറയുന്നത് കുഴികളും കുടങ്ങളുമൊക്കെയാണ്. കുടം പോലിരിക്കുന്ന അത് ഒരു രഹസ്യത ഈ നക്ഷത്രത്തിനുള്ള ഒരു രഹസ്യ സ്വഭാവമാണ്. അപ്പോൾ കുടത്തിനുള്ളിലും അതുപോലെ തന്നെ കുടം പോലുള്ള കാര്യങ്ങളുള്ളിലുമൊക്കെയാണ് ആശ്ലേഷയുടെ സാന്നിധ്യം വരുന്നത്. അപ്പോൾ പ്രശ്നം വരുന്ന സമയത്ത് നമുക്ക് കുടത്തിനുള്ളിൽ ആണോ അല്ലെങ്കിൽ വല്ല കുടം പോലെയുള്ള വിഷയങ്ങളുടെ ഉള്ളിലാണ് ഇതിരിക്കുന്നതെന്നോ അല്ല രഹസ്യമായിട്ടാണ് ഇരിക്കുന്നതെന്നൊക്കെ ആശ്ലേഷ നക്ഷത്രം വന്നു കഴിഞ്ഞാൽ ആയില്യ നക്ഷത്രം വന്നാൽ പറയാം. അതുപോലെ തന്നെ ശരീരത്തിൽ നഖം ആണ്, നഖത്തിന് ബുദ്ധിമുട്ടുണ്ടാകും, നഖം പൊടിയുക, നഖം ഊർന്നു പോവുക എന്നൊക്കെ ഉള്ളത് വരുമ്പം ആശ്ലേഷ നക്ഷത്രവുമായിട്ട് അതിനൊരു ബന്ധം ഉണ്ടാവും എന്നുള്ളതാണ്. വൃക്ഷം നാഗമരമാണ്, ശരദിക്ക് തെക്കുമാണ്, ഭോജ്യവസ്തു ഭക്ഷിമാംസമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. എനിക്കതിൻ്റെ ഒരു പ്രയോഗം അത്രയും അറിയത്തില്ല, എന്തുകൊണ്ടാണ് ഭക്ഷിമാംസം ഇവിടെ പറയുന്നത് എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ദേവത സർപ്പമാണ് എന്നുള്ളതാണ്. സർപ്പങ്ങൾക്ക് ഒരുപാട് സ്വാധീനമുള്ള ഒരു നക്ഷത്രമാണ് ആശ്ലേഷ നക്ഷത്രം. ഏറ്റവും ഉത്തമ സർപ്പങ്ങൾക്കും അധമ സർപ്പങ്ങൾക്കും എല്ലാവർക്കുമായിട്ട് ജ്യോതിഷ ഗ്രന്ഥങ്ങളിൽ, പ്രത്യേകിച്ച് പ്രശ്നമാർഗം പോലുള്ള ഗ്രന്ഥങ്ങളിൽ പൂർണ്ണമായിട്ടും എടുത്തു പറയുന്നത് സർപ്പബലിയാണ്. അതിൽ സർപ്പബലി 2 തരത്തിൽ ചെയ്യും. ഒന്ന് വൈദികപരമായിട്ടും പിന്നൊന്ന് പൂർണ്ണ താന്ത്രികപരമായിട്ടും. നമ്മൾ ഗ്രന്ഥങ്ങളിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ചിത്രങ്ങളും അത് വൈദികപരമായിട്ടുള്ള സർപ്പസൂക്തത്തോടു കൂടിയിട്ടുള്ള സർപ്പബലിയാണ്. സർപ്പബലി പത്മമിട്ട് വൈഷ്ണവമായിട്ടോ, നടുക്ക് വൈഷ്ണവമായിട്ട് അനന്തനെയോ അല്ലെങ്കിൽ വിഷ്ണുവിനെയോ അല്ലെങ്കിൽ നടുക്ക് ശിവനെയോ അല്ലെ വാസുകിയെയോ അല്ലെങ്കിൽ സുബ്രഹ്മണ്യനെയോ പൂജിച്ചിട്ട് സർപ്പസൂക്തം കൊണ്ട് 51 ഉരുളകൾ 51 കളങ്ങളിലായിട്ട് തൂവും. സർപ്പസൂക്തവും അതുപോലെ തന്നെ അഷ്ടനാഗമന്ത്രം കൊണ്ടും അതുപോലെ തന്നെ ഗ്രഹമന്ത്രങ്ങൾ കൊണ്ട് ദേവഗ്രഹാദി 8 കൊണ്ടും അതേപോലെ നിർമാല്യധാരി മന്ത്രങ്ങൾ കൊണ്ടും തൂവുന്ന ഒരു ക്രമം ഉണ്ട്. നമോസ്തു സർപ്പേഭ്യ എന്ന് തുടങ്ങുന്ന സർപ്പസൂക്തം കൊണ്ട് തുടങ്ങി ഈ പറഞ്ഞ ഇതിൽ നിർമാല്യധാരിയിൽ 55ാമത്തെ ഉരുള അവസാനിക്കുന്ന ഒരു ക്രമം ഉണ്ട്. ഈ ക്രമമാണ് ഭൂരിപക്ഷം ആളുകളും ഉപയോഗിക്കുന്നത്. എന്നാൽ താന്ത്രികരായിട്ടുള്ളവർ ശിവമഹാകുംഭ സുസ്ഥിക ഭദ്രക പത്മത്തിൽ നടുക്ക് വാസുകിയെ നാഗരാജാവായിട്ടൊരു സപരിവാര ക്രമത്തിൽ പൂജിക്കുന്ന ഒരു പദ്ധതിയുണ്ട്. ഉഷാദാദി പ്രമാദാദി വിജയാദാദി മൂർത്തികളെയൊക്കെ പൂജിച്ചിട്ട് വാസുകിയെ പൂജിച്ച് ഭഗവതി, അതിനോടൊപ്പം തന്നെ ഭഗവതിക്ക്, അതായത് നാഗേക്ഷിയമ്മയ്ക്ക് ഗുരുതി അടക്കം തർപ്പിക്കുന്ന ഒരു ക്രമത്തിലുള്ള വേറൊരു സർപ്പബലി ക്രമവുമുണ്ട്. പക്ഷേ നമ്മൾ കൂടുതലും പ്രചാരത്തിലുള്ള സർപ്പബലി എന്ന് പറയുന്നത് ഈ പറയുന്ന
സർപ്പസൂക്തത്തോടു കൂടിയിട്ടുള്ള സർപ്പബലിയാണ്. സർപ്പബലിയുടെ ക്ലാസ് അല്ല ഇത്. സർപ്പസൂക്തത്തോടു കൂടിയിട്ടുള്ള സർപ്പബലിയാണ്. അതിൽ സർപ്പബലി കഴിഞ്ഞ് പ്രസന്നപൂജ കഴിഞ്ഞിട്ട് ചന്ദനവും പുഷ്പവും ജലവും അക്ഷതവും കൂടെ എടുത്തിട്ട് ഇതം സർപ്പേഭ്യ ഹവിരസ്തു എന്ന് തുടങ്ങുന്ന ഒരു ശ്ലോകം ജപിച്ചിട്ട് പ്രാർത്ഥിക്കുന്ന ഒരിതുണ്ട്. അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: ഈ ഹവിസ് സർപ്പങ്ങൾക്ക് പ്രീതികരമായിട്ട് ഭവിക്കട്ടെ. ജുഷ്ടമാശ്ലേഷ, അതായത് ആശ്ലേഷ നക്ഷത്രം ഏതുപോലെയാണോ സർപ്പങ്ങളുടെ ചേതസ്സിനെ അനുഗമിക്കുന്നത്, ഏതൊരു സർപ്പങ്ങളാണോ ഭൂമിയിലും അന്തരീക്ഷത്തിലും അധിവസിക്കുന്നത്, ആ സർപ്പങ്ങൾ ഞങ്ങളുടെ ഈ യാഗത്തിൽ, ഈ സർപ്പബലിയിൽ ആഗതരാവട്ടെ എന്ന് പറഞ്ഞിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. സർപ്പബലി കഴിയുമ്പം ഉള്ളൊരു പ്രാർത്ഥനയാണത്. ഞാനിവിടെ ആശ്ലേഷ നക്ഷത്രത്തെക്കുറിച്ച് പറഞ്ഞപ്പം സർപ്പങ്ങളാണ് ആയില്യം നക്ഷത്രത്തിൻ്റെ ദേവത. അപ്പം ഇവിടെ യേഷാം അനുയന്തി ചെയ്ത, അതായത് ആശ്ലേഷ നക്ഷത്രം ഏതുപോലെയാണോ സർപ്പത്തിൻ്റെ ചേതസ്സിനെ അനുഗമിക്കുന്നത് എന്ന് പറയുന്ന ഒരു ഭാഗം ഉണ്ട്. സർപ്പബലിയിൽ വേറെ ഒരു നക്ഷത്രത്തെക്കുറിച്ച് പറയുന്നില്ല, ഈ നക്ഷത്രത്തെക്കുറിച്ചാണ്. അപ്പോൾ നാഗങ്ങൾക്ക് അത്രയും പ്രിയപ്പെട്ട നക്ഷത്രം. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ ആയില്യം പൂജ, സർപ്പപൂജ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ ആയില്യം പൂജ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ആയില്യത്തിന് സർപ്പങ്ങളുമായിട്ട് അത്രയും ബന്ധമുണ്ട് എന്നുള്ളതും കൂടി ഓർക്കുക. അതുപോലെ തന്നെ മൃഗം എന്ന് പറയുന്നത് വിരുകും, പക്ഷി എന്ന് പറയുന്നത് ചെമ്പോത്തും, ഗണം എന്ന് പറയുന്നത് അസുരഗണവും, യോനി എന്ന് പറയുന്നത് പുരുഷയോനിയും, ദിക്ചാരം എന്ന് പറയുന്നത് മധ്യമാചാരിയും, സ്വരൂപം എന്ന് പറയുന്നത് ചക്രാകാരവും ചക്രം പോലെയും, ഊർധമുഖ അധോമുഖ തിര്യമുഖം നക്ഷത്രങ്ങളിൽ അധോമുഖ നക്ഷത്രമാണ് ആശ്ലേഷ എന്നുള്ളത്. ഒരു വിഷയം തുടങ്ങാൻ അത്ര നല്ലതല്ല ആയില്യം. ധ്രുവസ്ഥിരാദിയിൽ ലഘുക്ഷിപ്രമാണ് ഇവിടെ സ്വഭാവ രീതികൾ. ശുഭാശുഭാദി നക്ഷത്രങ്ങളുടെ ഗണത്തിൽ ഉഗ്ര നക്ഷത്ര ഗണത്തിലാണ് ആയില്യം പെടുന്നത്. നക്ഷത്രഭൂതം ജലമാണ്, ജലനക്ഷത്രമാണ്. നക്ഷത്രസംഖ്യ 5 നക്ഷത്രസംഖ്യയ്ക്ക് പല വ്യത്യസ്തമായ അഭിപ്രായമുണ്ട്. ആശ്ലേഷ നക്ഷത്രത്തെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ ഉത്തരാഖണ്ഡിൽ വെച്ച് ചെയ്തത് ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അത് നിങ്ങൾ നോക്കുക. അതിനുശേഷം അതിൽ പറയുന്നതും കൂടെ ചേർത്ത് ഉപയോഗിച്ചുള്ളൂ. അതിനാണ് ഞാൻ കൂടുതലും ഫല വിഷയത്തിൽ കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ള അതിലാണ്. ഇത് കാർമിക് ഡെപ്റ്റ്, അതായത് ഡെപ്റ്റിനെ എങ്ങനെ റിലീസ് ചെയ്യാം, എങ്ങനെ കർമ്മക്ഷയം വരുത്താം, എങ്ങനെ ദുഷ്കർമ്മങ്ങളിൽ നിന്നും എങ്ങനെ നമുക്ക് കരകയറാം എന്നുള്ളതൊക്കെയാണ് ഈ വീഡിയോയിലെ പ്രധാന വിഷയം. അതുപോലെ തന്നെ നക്ഷത്രത്തിലെ വിഷകടി, അതായത് ആയില്യം നക്ഷത്രത്തിൻ്റെ വിഷകടിയായിട്ട് പറയുന്നത് 32 നാഴിക മുതൽ 36 നാഴിക വരെയും, ഉഷ്ണകടി എന്ന് പറയുന്നത് ഉഷ്ണം എന്ന് പറയുന്നത് 21 മുതൽ 30 വരെയും, അമൃതകടി എന്ന് പറയുന്നത് 56 മുതൽ 60 നാഴിക വരെയുമാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അവസാനത്തെ നാഴിക അമൃതകടിയിലൊക്കെ പറയുന്നുണ്ടെങ്കിലും ആയില്യം നക്ഷത്രത്തിൻ്റെ 4-ാം പാദം എന്ന് പറയുന്നത് പൊതുവെ ഖണ്ഡാന്തം വരുന്നതാണ്, നക്ഷത്ര ഖണ്ഡാന്തം വരുന്ന ഭാഗമാണ്. അതുപോലെ തന്നെ രാശി ഖണ്ഡാന്തം വരുന്ന ഭാഗമാണ്. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുള്ളതാണ്. അപ്പോൾ ആയില്യം നക്ഷത്രത്തിനും അതുപോലെ പൂയത്തിനുമൊക്കെ, കർക്കിടകത്തിൽ വരുന്ന പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങൾക്ക് ചില കാൽദോഷങ്ങളുള്ളതാണ്. ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ചേർന്ന് വന്നു കഴിഞ്ഞാൽ അത് ഫലത്തിലും കണ്ടിട്ടുണ്ട്. നിരീക്ഷിക്കാൻ വിട്ടുതരുന്നു. അത് വേറൊരു വീഡിയോയിൽ നമുക്ക് ചെയ്യാം കാൽദോഷങ്ങളെ പറ്റി. ഇപ്പം നമുക്ക് ഇനി ആശ്ലേഷ നക്ഷത്രത്തിൻ്റെ ഗുണദോഷങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്ത് നമുക്കതിൻ്റെ ക്ഷേത്രങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. ആശ്ലേഷ നക്ഷത്രം അഥവാ ആയില്യം നക്ഷത്രത്തിന് അനവധി സവിശേഷതകളുള്ളൊരു നക്ഷത്രമാണ്. അതിലേറ്റവും പ്രധാനമായിട്ട് എൻ്റെ നിരീക്ഷണത്തിൽ തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് അസാമാന്യ ബുദ്ധിശക്തിയും നിരീക്ഷണ പാഠവും തന്ത്രജ്ഞതയുമാണ്. ബുധൻ്റെ നക്ഷത്രവും കൂടിയല്ലേ. അപ്പോൾ ഇവർക്ക് ചിന്താശേഷിയും ബുദ്ധികൂർമ്മതയും, ഉയർന്ന ചിന്താശേഷിയും ബുദ്ധികൂർമ്മതയും ഉണ്ടാവും. കാര്യങ്ങളെ വളരെ വേഗത്തിൽ മനസ്സിലാക്കിയും തന്ത്രപരമായിട്ട് അതിന് ഇടപെടാനുമുള്ള ഒരു ശേഷി ഇവർക്കുണ്ടാവും എന്നുള്ളത്. വളരെ ആരും കാണാത്തത് കാണുന്നവരാണ് ആയില്യം എന്നാണ്. അപ്പോൾ കാര്യങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കാനും അതേപോലെ അതിനെ തന്ത്രപരമായിട്ട് ഹാൻഡിൽ ചെയ്യാനും സാമാന്യ കഴിവുള്ളവരാണ് ആയില്യം നക്ഷത്രക്കാർ.
ഈ ആഴത്തിലുള്ള ഉൾക്കാഴ്ച എന്നുള്ള ഒരു കാര്യം കൂടെ. അതായത് ഈ ഉപരിപ്ലവമായിട്ടുള്ള ഇതിൻ്റെ മുകളിൽ നിന്ന് കാണുന്നതല്ലാതെ ഒരു വിഷയത്തിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്നിട്ട് ഇവർക്കത് മനസ്സിലാക്കിയെടുക്കാനുള്ളൊരു ഗുണമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് CID പണിക്ക് അല്ലെങ്കിൽ ഗവേഷണം, നിരീക്ഷണം വേണ്ട സ്ഥലങ്ങൾ, മനഃശാസ്ത്രം, കുറ്റാന്വേഷണം തുടങ്ങിയിട്ടുള്ള മേഖലകളിലെല്ലാം വിജയിക്കാനുള്ളൊരു അസാമാന്യ കഴിവ് ഉണ്ടാവും. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേറ്ററാണ് ബുധൻ, അതായത് ദൂതനാണ്. ദൂതനായിരിക്കുന്ന ബുധൻ്റെ സൃഷ്ടി നക്ഷത്രമായതുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഇവരുടെ കഴിവ് വളരെ വലുതായിരിക്കും. വാക്ചാതുര്യം കൊണ്ട്, ഇവരുടെ ഇടപഴകൽ കൊണ്ട്, അത് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. ഇടപഴകലും അവരുടെ യഥാർത്ഥ വ്യക്തിത്വവും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. അത് എനിക്ക് പേഴ്സണലി അനുഭവമുണ്ട്. വളരെ അടുത്തിടപഴകുന്ന ആളുകൾ അവരിടപെടുന്ന, ആദ്യമായി ആൾക്കാരെ കാണുമ്പോൾ അവരിടപെടുന്ന രീതിയും അവരുടെ യഥാർത്ഥ സ്വഭാവം തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. എനിക്ക് പേഴ്സണലി അറിയാവുന്ന വർഷങ്ങളായി അടുത്തിടപഴകുന്ന ആൾക്കാരുണ്ട്. അപ്പം ആകർഷകമായി സംസാരിക്കാനും മറ്റുള്ളവരെ തങ്ങളുടെ വാക്കുകളിൽ സ്വാധീനിപ്പിക്കാനും ഇവർക്ക് കഴിയും. അതുകൊണ്ട് തന്നെ ഇവരുടെ മാർക്കറ്റിംഗ് മേഖലകൾ, അല്ലെങ്കിൽ ഇവർ നിയമപരമായിട്ടുള്ള മേഖലകൾ, രാഷ്ട്രീയ മേഖലകൾ, ആശയപരമായിട്ടുള്ള ഒരു സഭ, അല്ലെങ്കിൽ വീട്ടിൽ തന്നെയാണെങ്കിലും മറ്റുള്ളൊരു ബന്ധുക്കളൊക്കെ വരുമ്പോൾ ഇവർ ഇടപെടുന്നതുമൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരെ ഒരു വളരെ നന്നായിട്ട് പെർഫോം ചെയ്യും എന്നുള്ളതാണ്. വാക്ചാതുര്യം കൊണ്ടും ഇവരുടെ ഒരു ഇടപഴകലും കൊണ്ടും ഇവർ നന്നായിട്ട് പെർഫോം ചെയ്യാൻ ആൾക്കാരുടെ ഇടയിൽ ഇവരിലേക്ക് ആകർഷിച്ച് നിർത്താൻ ഒരു കഴിവുണ്ട്. രാജഗോപാലൊക്കെ തല ഉയർത്തി നിൽക്കുന്ന പോലെ ഇങ്ങനെ തല ഉയർത്തിപ്പിടിച്ച് എല്ലാവരും നോക്കുന്ന രീതിയിൽ തങ്ങളിലേക്ക് ആകർഷിപ്പിച്ച് നിർത്താനുള്ളൊരു കഴിവ് ഈ നക്ഷത്രത്തിനുണ്ട് എന്നുള്ളത് ഒരു സത്യസന്ധമായ കാര്യമാണ്. അത് ഇവർക്ക് സംസാരിക്കാൻ നല്ല കഴിവായിരിക്കും. അതുപോലെ തന്നെ നേതൃപാടവം, ചില കാര്യങ്ങൾ ഏറ്റെടുക്കാനുള്ള ഈ ബുധനും ചന്ദ്രനും, അതുപോലെ തന്നെ നാഗങ്ങൾക്ക്, രാഹുവിന് നല്ല ബലമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നേതൃത്വപാഠവും ഇവർക്കുണ്ടായിരിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ സ്ഥൈര്യവും നിശ്ചയദാർഢ്യവും. ഒരു കാര്യം തീരുമാനിച്ച് ഇവരൊരു സാധനം ഉന്നിയാൽ, ആയില്യക്കാരൊരു സാധനം ഉന്നിയാൽ, അത് കണ്ടാൽ, അല്ലെങ്കിൽ അത് വേണമെന്ന് വിചാരിച്ചാൽ അത് കിട്ടുന്നിടം വരെ അതിൻ്റെ പുറകിൽ അവരത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പല വഴികൾ, ചിലപ്പോൾ ഇമോഷണലി ആണെങ്കിൽ അത് അങ്ങനെ ഉപയോഗിക്കേണ്ടി വരും, ദേഷ്യപ്പെട്ട് ഉപയോഗിക്കേണ്ട, അങ്ങനെ നന്നായിട്ട് അത് ഒരു കാര്യം ഇഷ്ടപ്പെട്ടാൽ അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഇവർ ഏതറ്റം വരെയും പോകും എന്നുള്ളതാണ് ഇവരുടെ മറ്റൊരു വലിയ പ്രത്യേകതയാണ്. അത് ആ ഒരു നിശ്ചയദാർഢ്യം നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ ജീവിതത്തിലെ നല്ല തലങ്ങളിലേക്ക്, അത് വളരെ ഉയർന്ന തലങ്ങളിലേക്ക് ഇവർക്ക് എത്തിപ്പെടാനും കഴിയും എന്നുള്ളത് ഉറപ്പായൊരു കാര്യമാണ്. പിന്നെ ബുധൻ്റെ നക്ഷത്രമാണ്, ചന്ദ്രൻ്റെ രാശിയാണ്. അതുപോലെ തന്നെ ഈ നക്ഷത്രത്തിൻ്റെ നവാംശം വീഴുന്നതെല്ലാം ധനു, മകരം, കുംഭം, മീനമാണ്. അപ്പോൾ ശനി, വ്യാഴം, ഒന്നിനും 4-നും വ്യാഴത്തിൻ്റെ സ്വാധീനവും, 2-ാം പാദത്തിനും 3-ാം പാദത്തിനും ശനിയുടെ ഒരു ബന്ധവും കൂടിയുള്ള നക്ഷത്രമായത്. അപ്പം ബുധൻ, ശനി, ചന്ദ്രൻ, ബുധൻ, വ്യാഴം, ചന്ദ്രൻ, ഇങ്ങനെ ഒരു കോമ്പിനേഷൻ ഉണ്ട്. അപ്പം ആയില്യം 1-ാം പാദത്തിലൊരു ഗ്രഹം നിന്നാൽ അതിൻ്റെ നവാംശം ധനുവിലും, ആയില്യം 2-ാം പാദത്തിലും മകരത്തിലും, 3-ാം പാദത്തിൽ കുംഭത്തിലും, 4-ാം പാദത്തിൽ മീനത്തിലും ആയിരിക്കും എന്നുള്ളതാണ്. അപ്പം ഇവരുടെ ചില വെല്ലുവിളികൾ, ദുഷ്ഫലങ്ങൾ നമുക്ക് നോക്കാം. അതിൽ പ്രധാനപ്പെട്ടത് ഗൂഢ സ്വഭാവമാണ്. തങ്ങളുടെ യഥാർത്ഥ സ്വഭാവങ്ങളെ, ചിന്തകളെ, ഉദ്ദേശങ്ങളെ മറ്റുള്ളവരിൽ നിന്നും മറച്ചു വെക്കാനുള്ള ടെൻഡൻസി. ഇത് പലപ്പോഴും ഓവറായിട്ട് ഇത് കാണിക്കുമ്പോൾ പലപ്പോഴും ഇവർ തെറ്റിദ്ധരിക്കപ്പെടാനുമാണ് ഇതുള്ളത്. ഒരു നെഗറ്റീവ് സ്വഭാവമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ സംസാരത്തിലെ കാഠിന്യം. ഇവർക്കൊരു ഫ്രീഡം കിട്ടിയാൽ, ഒരു സ്പേസ് കിട്ടിയാൽ, പലപ്പോഴും ആ ഫ്രീഡം ഇവർക്ക് കിട്ടാത്തതുകൊണ്ടാണ് ഇവർ ഒതുങ്ങിയിരിക്കുന്നതെന്നുള്ളത്. അപ്പം ഇവർ ഫ്രീഡം കിട്ടുന്ന ഒരു സ്ഥലമാണെന്നുണ്ടെങ്കിൽ ഇവർ മാക്സിമം ഇവരുടെ ആധിപത്യം സ്ഥാപിക്കാൻ അവിടെ നോക്കും. ഇവർക്കൊരു ഫ്രീ സ്പേസ് കിട്ടിയാൽ, ഇവർക്കൊരു ഫ്രീഡം കിട്ടുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും ആധിപത്യം സ്ഥാപിക്കാൻ നോക്കുകയും മറ്റുള്ളവർക്ക് ദേഷ്യമാവുകയും ചെയ്യുക എന്നുള്ളതാണ്. കഠിനമായിട്ടും സംസാരിക്കാനുള്ള ഒരു ടെൻഡൻസി, വാക്കുകളിൽ മുറിവേൽപ്പിക്കുന്ന രീതി, അത് നന്നായിട്ട് മുറിവേൽപ്പിക്കാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങനെ ബോധപൂർവം ഇറിറ്റേറ്റ് ചെയ്യാനും ബോധപൂർവം
ചൊറിയാനുമുള്ള ഒരു ടെൻഡൻസി ഇവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ചില സന്ദർഭങ്ങളിൽ ഇവർ പറയുന്നത് വളരെ മറ്റുള്ളവർക്ക് നന്നായിട്ട് മുറിവേൽക്കുകയും ചെയ്യും, തോന്നിയതുപോലെ പറയുകയും ചെയ്യും. അപ്പോൾ അത് പലപ്പോഴും ബന്ധുക്കളെക്കാട്ടിലും കൂടുതൽ ശത്രുക്കളെ ഉണ്ടാക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അത് ആയില്യത്തിൻ്റെ ദോഷഫലങ്ങളാണ്. നല്ല ഫലങ്ങൾ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ബലം കൂടിയാൽ, നക്ഷത്രം നല്ല രീതിയിൽ അനുഗ്രഹിച്ചാൽ നല്ല ഫലങ്ങളായിരിക്കും കൂടുതൽ. പക്ഷേ ഇവിടെ മോശമായ ചില ഫലങ്ങളുണ്ട്. സംസാരത്തിൻ്റെ കാഠിന്യം ഒരു മോശഫലമാണ്. അതുപോലെ തന്നെ അമിതമായ സ്വാർത്ഥത, സ്വന്തം കാര്യങ്ങൾ മാത്രം ചില സമയങ്ങളിൽ അത് മാത്രം ആലോചിക്കുക, ബാക്കിയുള്ളവരെക്കുറിച്ച് ഒരു തരത്തിലും ചിന്തിക്കാതിരിക്കുക, ശ്രദ്ധിക്കാതിരിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ അവിശ്വാസമാണ്. മറ്റുള്ളവരെ പെട്ടെന്നൊന്നും വിശ്വസിക്കില്ല. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കള്ളത്തരം അവരുടെ അടുത്ത് കാണിച്ചൊരിക്കൽ അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ പിന്നെ അവരെ വിശ്വസിക്കത്തുമില്ല. നല്ല പകയുമാണ്. പകയുണ്ടാവും എന്നാണ്. ആയില്യത്തിന് പക കൂടും എന്നാണ്. സാഹചര്യം വന്നാൽ അത് വീണ്ടും വീണ്ടും എടുത്ത് പുറത്ത് കൊണ്ടുവരികയും ചെയ്യും എന്നുള്ളതാണ്. അതുപോലെ തന്നെ വൈകാരികമായിട്ടുള്ള ഒരു നിയന്ത്രണമില്ലായ്മ, പെട്ടെന്ന് ദേഷ്യം വരിക, വികാരങ്ങളെ പെട്ടെന്ന് പ്രകടിപ്പിക്കുക, ഇതൊക്കെ ബന്ധങ്ങളിൽ ഉലച്ചിലുണ്ടാക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ആയില്യം നക്ഷത്രക്കാർ നോക്കുന്നത് കൊണ്ടുപോകും. ആയില്യം നക്ഷത്രക്കാർ ഭാര്യാമാതാവിന് ദോഷമാണ്, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അമ്മയ്ക്ക് ദോഷമാണ്. ആയില്യം സ്ത്രീകൾ വീട്ടിൽ കയറി വന്നാൽ ഭർത്താവിൻ്റെ അമ്മയ്ക്ക് ദോഷമാണെന്നൊക്കെ പറയും. ഒക്കെ വെറുതെയാണ്. അതിനെക്കുറിച്ച് കൂടുതൽ വിശദമായിട്ടുള്ള വീഡിയോ ഞാൻ നമ്മുടെ ഉത്തരാഖണ്ഡ്, ദേവഭൂമിയായിട്ടുള്ള ഉത്തരാഖണ്ഡിൽ വെച്ച് ആയില്യത്തെക്കുറിച്ച് ചെയ്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളത് പോയി കണ്ട് അത് മനസ്സിലാക്കിക്കൊള്ളുക. ആയില്യം നക്ഷത്രത്തിൻ്റെ കർമ്മബന്ധം കിടക്കുന്നത്, ഓരോ നക്ഷത്രത്തിനും ഓരോ കർമ്മബന്ധങ്ങളുണ്ട്. ആയില്യം നക്ഷത്രത്തിൻ്റെ കർമ്മബന്ധം കിടക്കുന്നത് എന്ന് പറയുന്നത് പരിവർത്തനവും രഹസ്യജ്ഞാനവുമായിട്ടും ബന്ധപ്പെട്ടിട്ടാണ്. നാഗങ്ങളെയാണല്ലോ ഈ നക്ഷത്രത്തിൻ്റെ ദേവതയായിട്ട് കാണുന്നത്. അപ്പം ഭൂമി തത്വം, അതായത് ഭൂതത്വത്തിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന കുണ്ടലിനിയുടെ സ്വരൂപമായിട്ടാണ് നാഗങ്ങളെ യോഗശാസ്ത്രങ്ങൾ പറയുന്നത്. അതുപോലെ തന്നെ തന്ത്രശാസ്ത്രത്തിൽ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ദേവതയാണ് സർപ്പം, അല്ലെങ്കിൽ വാസുകി, അല്ലെ അനന്തൻ എന്നൊക്കെ പറയുന്നത്. അപ്പം പരിവർത്തനത്തിൻ്റെയും രഹസ്യജ്ഞാനത്തിൻ്റെയും ഫെർട്ടിലിറ്റിയുടെയും അതുപോലെ തന്നെ എല്ലാ തരത്തിലുമുള്ള ഭൂമിയിലെ ഫലപുഷ്ടിയും ഇതെല്ലാം സർപ്പങ്ങളെ കൊണ്ട് ചിന്തിക്കാമെന്നുള്ളതാണ്. കാട്, അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ. അപ്പം പ്രധാനമായിട്ടൊരു പരിവർത്തനവും രഹസ്യജ്ഞാനമാണ്. കാടിനൊരു രഹസ്യതയുണ്ട്. സർപ്പക്കാവിന് രഹസ്യ ദേവതകളുടെ ഒരുപാട് സറ്റിൽ സാന്നിധ്യങ്ങളുള്ള സ്ഥലവും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ ഒരു പരിവർത്തനം വരുന്നത് കൊണ്ട് തന്നെ, പരിവർത്തനത്തിൻ്റെ നക്ഷത്രവും കൂടി ആയതുകൊണ്ട് തന്നെ ഒരുപാട് പ്രതിസന്ധികളിലൂടെയും പലതരത്തിലുള്ള ജീവിത സാഹചര്യങ്ങളിലൂടെയും അപ്രതീക്ഷിതമായിട്ടുള്ള പല വഴികളിലൂടെ, മറ്റ് നക്ഷത്രത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പല വഴികളിലൂടെ ഇവർ കടന്നു പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ആയില്യം നക്ഷത്രത്തിൻ്റെ ഒരു കർമ്മബന്ധമായിട്ട് പറയുന്നത് പൂർവ്വജന്മത്തിൽ അധികാര ദുർവിനിയോഗം ചെയ്യുകയോ മറ്റുള്ളവരെ വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിക്കുകയോ വഞ്ചിക്കുകയോ ഒക്കെ ചെയ്തതിൻ്റെ കർമ്മഫലങ്ങൾ ഈ ജന്മം അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ വിഷയങ്ങളെല്ലാം തിരിച്ച് ഇവർ ഏൽക്കേണ്ടതായിട്ട് വരും എന്നുള്ളതാണ്. ഈ ജന്മത്തിൽ എപ്പോഴെങ്കിലും നല്ല സുഹൃതവും നല്ല സാധകരുമാണെങ്കിൽ ചെറിയ രീതിയിലൊക്കെ തട്ടിമുട്ടിപ്പം, അതല്ലെന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ നല്ല ട്രോമയ്ക്ക് കാരണമാകുന്ന ഇതുപോലുള്ള അനുഭവങ്ങൾ അധികാര ദുർവിനിയോഗത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വാക്കുകൾ കൊണ്ട് മുറിവേൽക്കപ്പെടുകയോ വഞ്ചിക്കപ്പെടുകയോ ഒക്കെ ചെയ്യാം. അതുകൊണ്ട് തന്നെ ഈ ജന്മത്തിൽ അവരനുഭവിക്കുന്ന തെറ്റിദ്ധാരണകളും ഒറ്റപ്പെടലുകളും എല്ലാം തന്നെ ഇവരുടെ ഈ പൂർവജന്മാർജിതമായിട്ടുള്ള കർമ്മഫലത്തിൻ്റെ സൂചനയായിട്ടാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ നാഗങ്ങൾ എന്ന് പറയുന്നത് കുണ്ടലിനിയുടെ അല്ലെങ്കിൽ കുണ്ടലിനി ശക്തിയുടെ പ്രതീകമായിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ആത്മീയ ജ്ഞാനത്തിൻ്റെ പ്രതീകമാണ്. ചില ഫ്രോയിഡിനെ പോലുള്ള ഒരു സർപ്പത്തെ ലിബിഡോ പോലൊക്കെയാണ് പറയുന്നത്. പലരും പല അഭിപ്രായം, സൈക്കോളജിയിൽ പല അഭിപ്രായങ്ങളുണ്ട് ഇതിനെപ്പറ്റി. പല ആൾക്കാർ പല യുങ് വേറൊരു രീതിയിൽ പറയുന്നുണ്ട്. ഇവിടെ ആഴത്തിലുള്ള ഒരു ആത്മീയ ജ്ഞാനം നേടിയെടുക്കാനുള്ളൊരു കഴിവ്, ഒരു നിയോഗം ആയില്യം നക്ഷത്രക്കാർക്കുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. ജീവിതത്തിലെ പല കൈപ്പേറിയ അനുഭവങ്ങളിലും
എത്തിപ്പെടുന്ന ഇവരുടെ ഭൗതിക വാസനകൾ തീർത്തും ജീവിതം ഒരു നശ്വരമാണെന്ന് തിരിച്ചറിയുന്നിടം വരെ അതിനിങ്ങനെ ഒന്നു മാറി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അത് തിരിച്ചറിഞ്ഞ് ശരിക്കും ഒരു വെളിവ് അല്ലെങ്കിൽ ഒരു വെളിച്ചം വരുന്നു കഴിഞ്ഞാൽ ഇവർ തീർത്തും ആത്മീയമായിട്ടുള്ളൊരു ഉയർച്ചയ്ക്ക് കാരണമാകും. ഇവർക്ക് ആത്മീയമായിട്ടുള്ള ഉയർച്ച ഉണ്ടാകും. ആത്മീയമായൊരു പ്രകാശം ഇവരുടെ ഉള്ളിൽ ശക്തമായിട്ട് വരികയും തങ്ങളുടെ ബുദ്ധിയും ഉൾക്കാഴ്ചയും എല്ലാം തന്നെ ലോകത്തിന് ഉപകാരമായിട്ട് വരികയും ചെയ്യുക എന്നുള്ളതാണ് ആയില്യം നക്ഷത്രത്തിൻ്റെ മെയിനായിട്ടുള്ളൊരു കാർമിക് നിയോഗം എന്ന് പറയുന്നത്. തങ്ങളുടെ തിരിച്ചറിവ് ലോകത്തിന് ഉപകാരം വരുന്ന രീതിയിൽ ചെയ്യാൻ പറ്റണം. പലപ്പോഴും ഇതിവർക്കറിയാം, പക്ഷേ ഇവരുടെ വാസനയിൽ ഈ വീണ്ടും വീണ്ടും ഒന്നിൽ നിന്നും ഒന്നിലേക്ക് പോയി എന്തെങ്കിലും അഡിക്ഷനിലൊക്കെ വീണ് നശിച്ചങ്ങ് ഇല്ലാതാവുകയാണ് പലപ്പോഴും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ ഉറപ്പായിട്ടും സർപ്പക്ഷേത്രങ്ങളും ഇതിന് പറഞ്ഞിട്ടുള്ള ക്ഷേത്രങ്ങളിലും പരിഹാരങ്ങൾ ചെയ്യുകയും വേണം. അപ്പോൾ രോഗാദി ദുരിതങ്ങളിൽ നിന്ന് കരകയറാനും കാർമിക് ഡെപ്റ്റുകളിൽ നിന്ന് കരകയറാനും ഇവർക്ക് സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പം നമുക്ക് ആ രോഗാദി ദുരിതങ്ങൾ ഏതൊക്കെയാണ് വരാൻ സാധ്യതയുള്ളതും കൂടി ഒന്ന് നോക്കാം. നഖങ്ങളിൽ വരുന്ന രോഗങ്ങളാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, ആയില്യം. അതുപോലെ തന്നെ കരൾ രോഗം, ശ്വാസകോശ രോഗങ്ങൾ, ഉദര രോഗങ്ങൾ, അന്നനാള രോഗങ്ങൾ, ജ്വരാദികൾ, കാൽമുട്ടിലുണ്ടാവുന്ന വേദനകൾ, മനോരോഗങ്ങൾ, ജലോത്ഭവ രോഗങ്ങൾ, ജലജന്തുക്കളിൽ നിന്നുണ്ടാകുന്ന രോഗങ്ങൾ, ക്ഷുദ്രാഭിചാരം കൊണ്ടുള്ള രോഗം, ധർമ്മദേവതാ കോപം കൊണ്ടുള്ള രോഗങ്ങൾ, സർപ്പശാപവും സർപ്പദോഷവും കൊണ്ടുള്ള രോഗങ്ങൾ, അതുപോലെ തന്നെ ആങ്സൈറ്റി, കടുത്ത പ്രത്യേകിച്ച് രാഹുദശയിൽ രാഹു അപഹാരകാലമോ ഒക്കെ തുടങ്ങുന്ന സമയത്ത് രാഹുവിൻ്റെ അപഹാരകാലങ്ങളിലൊക്കെ മിക്കവാറും അനുഭവിക്കുന്ന എല്ലാ വിഷയങ്ങളും ഈ ആയില്യം നക്ഷത്രക്കാർക്ക് വരാൻ, ബ്രേക്കപ്പ് കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ മാനസിക സമ്മർദ്ദങ്ങളും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. ഇനി എങ്ങനെ ഇതിനെ ഓവർകം ചെയ്യാം എന്നുള്ള ആയില്യം നക്ഷത്രക്കാർ പോയിരിക്കേണ്ട ക്ഷേത്രം ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും ഉള്ള ക്ഷേത്രം എന്ന് പറയുന്നത് കാളഹസ്തി ക്ഷേത്രമാണ്. അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്ന സർപ്പസാന്നിധ്യത്തെ മൊത്തവും ആവാഹിച്ച് നിലനിർത്തിയിരിക്കുന്ന വായുലിംഗമായിരിക്കുന്ന വായു സ്വരൂപനായിരിക്കുന്ന കാളഹസ്തീശ്വര ക്ഷേത്രം ഭഗവാൻ, അത് അവിടെ നടക്കുന്ന പൂജകളും കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കുന്നത് ആയില്യം നക്ഷത്രക്കാർക്ക് വളരെ വിശേഷമാണ്. അതുപോലെ തന്നെ കുക്കി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം കർണാടകയിലുള്ള കുക്കി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രവും വളരെ വിശേഷമാണ്. അതുപോലെ തന്നെ നാസിക്കിലുള്ള ത്രയംബകേശ്വർ ക്ഷേത്രം, ആയില്യം നക്ഷത്രക്കാർ പോകേണ്ട ക്ഷേത്രമാണ്. അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ ആയില്യം നക്ഷത്രമായിട്ട് പറയുന്ന മറ്റ് 2 ക്ഷേത്രങ്ങളെന്ന് പറയുന്നത് നന്ദൻകോവിൽ നിന്ന് തമിഴ്നാട്ടിൽ അറിയപ്പെടുന്ന ശ്രീ കർക്കിടേശ്വര ക്ഷേത്രമാണ് ഒന്ന്. രണ്ടാമത്തെ ക്ഷേത്രം എന്ന് പറയുന്നത് ശ്രീ മംഗളലക്ഷ്മി ആൻഡ് മംഗളരംഗനാഥ ടെമ്പിൾ. ഈ 2 സ്ഥലങ്ങളും നിങ്ങൾ ഇൻ്റർനെറ്റിലൊക്കെ അടിച്ചു കൊടുക്കുക, നിങ്ങൾക്ക് ആ സ്ഥലം കിട്ടും, നിങ്ങൾക്ക് പോകാൻ പറ്റുകയും ചെയ്യും. പിന്നെ അതുപോലെ തന്നെ കേരളത്തിലെ സർപ്പക്ഷേത്രങ്ങളിലും കാവുകളിൽ പരദേവതയായിട്ടിരിക്കുന്ന നാഗരാജാവിനെയൊക്കെ ആശ്രയിക്കുന്നത്, പ്രത്യേകിച്ച് ഈ നക്ഷത്ര ദേവതയെ ആശ്രയിച്ചാൽ ഒരുപാട് ഉയർച്ചകൾ ഉണ്ടാവുകയും ആയുസ്സിനും ആരോഗ്യത്തിനും ഈ നക്ഷത്ര ദേവതകൾ, അതുപോലെ തന്നെ നക്ഷത്രവൃക്ഷം നടുകയും അത് പൊന്നുപോലെ കാത്തു സംരക്ഷിക്കുകയും ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് വിഷയങ്ങൾ, ഒരുപാട് ദോഷങ്ങൾ അതിൽ നിന്ന് ഒഴിഞ്ഞു പോകുമെന്നൊക്കെയാണ് പറയുന്നത്. അത് എനിക്കും അനുഭവമുള്ളൊരു കാര്യമാണ് കേട്ടോ. ഞാൻ ചില കാര്യങ്ങളിൽ അതൊന്ന് പരീക്ഷിച്ച് നോക്കിയപ്പം അത് വളരെ കൃത്യമായിട്ട് ആയുരാരോഗ്യ സൗഖ്യത്തിന് അതിൻ്റെ ആ ഒരു സൂക്ഷ്മം, അതിൻ്റെ ഒരു സെറ്റിൽ ഇത് നമ്മൾ ചെയ്യേണ്ടതെല്ലാം ചെയ്യണം. പക്ഷേ കാരണമില്ലാതുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കൊക്കെ നക്ഷത്രവൃക്ഷം വെക്കുന്നതും പരിപാലിക്കുന്നതൊക്കെ നല്ലതാണ്. അത് പ്രകൃതിയോടെ ചെയ്യുന്നൊരു ഗുണവുമാണ്. ആ ചെയ്യുന്നത് കൊണ്ട് അതിൻ്റെ സൂക്ഷ്മപരമായിട്ടൊരു ബ്ലെസ്സിങ്സ് പ്രകൃതിയിൽ നിന്ന് കിട്ടുകയും ചെയ്യും എന്നുള്ളതും ഉറപ്പാണ്. അപ്പോൾ ഈ കർമ്മപൂർത്തീകരണത്തിനായിട്ടും സർപ്പപ്രീതി വരുത്തുക,
നാഗരാജാവിൻ്റെ കവചം ജപിക്കുക, അതുപോലെ തന്നെ നാഗരാജ പ്രീതിക്കുള്ള കാര്യങ്ങൾ ചെയ്യുക, മഹാദേവനെ ആശ്രയിക്കുക. ഞാൻ ഈ പറഞ്ഞ ക്ഷേത്രങ്ങളിലെല്ലാം പോവുക. എല്ലാവിധ ഐശ്വര്യങ്ങളും ആയില്യം നക്ഷത്രക്കാർക്ക് നാഗരാജാവ് തരട്ടെ. വാസുകി ആയിരിക്കുന്ന നാഗരാജാവിനെ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നമസ്കാരം.